നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് മേടമാസ ഫലമാണ്. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2025 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുമുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഗ്രഹസ്ഥിതി വച്ചിട്ട് വേഴഗ്രഹം ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ദൈവാനുഗ്രഹം ഉള്ളതായിട്ട് തന്നെ കാണുന്നു. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവയൊക്കെ നന്നായിട്ട് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. ദൈവാനുഗ്രഹമുണ്ട്. വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് സിദ്ധിക്കും, അതിന് സംശയമില്ല. എന്നാൽ ഈ മാസത്തെ സൂര്യൻ്റെ സ്ഥിതി, സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ 5ാം ഭാവാധിപനും കൂടി ആയിട്ടുള്ള സൂര്യനാണ്. അപ്പോൾ ആഗ്രഹ സാഫല്യം, നമുക്ക് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, അത് സന്തതി പരമ്പര, അതുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ആഗ്രഹങ്ങൾ, നമുക്ക് പല ആഗ്രഹങ്ങളും കാണുമല്ലോ, നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ. അത് ഗവൺമെൻറ് തല കാര്യമായാലും ശരി, മറ്റ് ഏത് കാര്യങ്ങളായിരുന്നാലും ഈ മാസം അനുകൂലമായി വരുന്നതായിട്ട് മേടരാശിയിൽ നിന്നുകൊണ്ട് സൂര്യൻ പറയുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ മേടരാശിക്കാർക്ക് ഏഴര ശനിയുമായി ബന്ധപ്പെട്ടുള്ള ദോഷവശങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. അപ്പോൾ മതിയായ ചികിത്സ തേടേണ്ടതാണ്. നല്ല ചികിത്സ കിട്ടും എന്ന് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. അപ്പോൾ നമുക്ക് പരിഹാരവും കൂടി ചെയ്തു പോകണം എന്ന് കാണുന്നു. ശനിപ്രീതി ആണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, ശനിയാഴ്ച. പിന്നെ നാഗരാജപ്രീതി, അത് രണ്ടാമത്. പിന്നെ നമുക്ക് ഭാഗ്യങ്ങളും ഒക്കെ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതിനായിക്കൊണ്ട് ശിവപ്രീതി ഞായറാഴ്ച ചെയ്യുന്നത് ഉത്തമം. അപ്പോൾ അങ്ങനെ ചെയ്യുമെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ ആഗ്രഹ സാഫല്യമൊക്കെ നടക്കുന്നതായിട്ടും ഒക്കെ തന്നെയാണ് കാണുന്നത്. എല്ലാവിധമായ ഐശ്വര്യം ഉണ്ടാകുന്നുവെന്ന് കാണുന്നു. അപ്പോൾ ഇനി പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുന്നു. ദൈവാനുഗ്രഹം ഉണ്ട്. എല്ലാവിധമായ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭ കാര്യങ്ങളും നടക്കും എന്ന് കാണുന്നു. പിന്നെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട്, സൂര്യൻ്റെ സ്ഥിതി വച്ചിട്ട് മാതാപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതിന് മതിയായ ചികിത്സ തേടേണ്ടതാണ്. അതിനായിക്കൊണ്ടുള്ള പരിഹാരമെന്ന് പറഞ്ഞാൽ ശിവപ്രീതിയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് ഉള്ള ഇത്
ആ വേഴത്തിൻ്റെ സ്ഥിതി പറയുന്നു. അതിനെ വേഴത്തെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് ഭാഗ്യങ്ങളൊക്കെ അനുഭവത്തിലുണ്ടാകും. ഇതുവരെയും നടക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 11 മാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുന്നതാണെങ്കിൽ ആ വേഴത്തിൻ്റെ മാറ്റം ഉടൻ തന്നെ സംഭവിക്കുന്നതിനായിക്കൊണ്ട് അവസാന സമയത്തെങ്കിലും നിങ്ങൾക്ക് ഇടവരാശിയെ സംബന്ധിച്ച് ഗുണഫലം സിദ്ധിക്കും എന്ന് തന്നെയാണ് വേഴത്തെ കൊണ്ട് കാണുന്നത്. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതി കൂടി ചെയ്തു പോകണം എന്നാണ്. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച പാൽപ്പായസമൊക്കെ കഴിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി പറയുന്നത് മിഥുനരാശിയാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാല്. നിങ്ങൾക്ക് വേഴം നിലവിൽ 12-ലാണ്. എന്നിരുന്നാലും ഈ മാസം അനുകൂലമായിട്ട് വേഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ഐശ്വര്യം ഉണ്ടാകുന്ന വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. വേഴം നിങ്ങൾക്ക് രാശിയിൽ പ്രവേശിക്കുന്നു. ആ ഒരു വർഷക്കാലത്തേക്കുള്ള ഫലമാണ് ആ വേഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും എന്ന്, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ യാത്ര, ഉദ്യോഗലബ്ധി, ഇതൊക്കെ തന്നെ ഈ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. പിന്നെ ഈ മാസത്തെ സൂര്യൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. നിങ്ങൾക്ക് 3-ാം ഭാവാധിപനാണ് സൂര്യൻ. ആ ഉച്ചരാശിയിൽ നിൽക്കുന്നു. സഹകരണം കൊണ്ടും സഹോദര തുല്യരായവരെ കൊണ്ടും ഒക്കെ തന്നെ ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് സൂര്യൻ്റെ സ്ഥിതിയും പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്നതിനായിട്ട് കണ്ടകശനിയുടെ ഒരു ദോഷഫലം കൂടി ഉണ്ട് ഈ രാശിക്കാർക്ക്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്ത് പോകേണ്ടതാണ് മിഥുന രാശിക്കാർ. ശനിപ്രീതി, നാഗരാജപ്രീതി, പിന്നെ നിങ്ങൾക്ക് ഈ മാസം ചൊവ്വയുടെ സ്ഥിതി വെച്ചിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ഇഷ്ടവഴിപാടുകളും ഒക്കെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ദോഷകാഠിന്യമൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് രാശിയിൽ ചൊവ്വയുടെ നിലയുണ്ട്. നിങ്ങളുടെ കർമാധിപനാണ് 10-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ രാശിയിൽ നിലകൊള്ളുന്നു. 50% ചൊവ്വയെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കും. ചില ജലജന്യമായ അസുഖങ്ങൾ അതും ഈ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നു. കാര്യമായ ദോഷമില്ല. നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11-ലെ വേഴത്തിൻ്റെ നില ഇപ്പോൾ ഉള്ളതുകൊണ്ട് കാര്യമായ ദോഷങ്ങൾ വരുന്നില്ല. മംഗളകരമായ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കർക്കിടക രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭാഗ്യമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂർവികമായ സ്വത്ത് ഒക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ശനി 9-ൽ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു. പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളും ഒക്കെ കൂടുതൽ കരുതലോടെ വേണം എന്നുകൂടി പറയുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് പരിഹാരം ചെയ്യേണ്ടത് അനിവാര്യമാണ്. മഹാഗണപതി പ്രീതി, നാഗരാജ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഇതൊക്കെ ചെയ്യുന്നത് കർക്കിടക രാശിയെ സംബന്ധിച്ച് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, കാല്,
മകം, പൂരം, ഉത്രം, കാല്. അതാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. നിങ്ങൾക്ക് വേഴം നിലവിൽ കർമ്മസ്ഥാനത്താണ്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഈ മാസം, അതായത് ഏപ്രിൽ മാസം 14 നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11 പ്രവേശിക്കുന്നു. അപ്പോൾ വേഴത്തിൻ്റെ സ്ഥിതി എല്ലാവിധമായ ഐശ്വര്യവും സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഈ ശുഭഫലം തന്നെ സിദ്ധിക്കുന്നു. കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വിഷമതകളെല്ലാം തന്നെ മാറുന്നതായിട്ട് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നു. ഈ ജോലി സംബന്ധിച്ച് ഗവൺമെൻറ് ജോലി, അത് പിന്നെ യാത്ര, വിദേശയാത്ര, എല്ലാവിധമായ ഐശ്വര്യവും ഈ ചിങ്ങരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നതായി കാണുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് നിലവിൽ ചൊവ്വ 12 നിൽക്കുന്നുണ്ട്. 4 ഭാഗ്യം, 4ൻ്റെയും 9ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് അത്ര ശുഭമല്ല. എന്നിരുന്നാൽ തന്നെയും ദോഷം വരാനില്ല. കാൽപാദമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അത് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് കാണുന്നത്. ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന 45 നാഴിക, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. തൊഴിൽ, ഉള്ള ജോലി നഷ്ടപ്പെടാതെ നോക്കുക. ആ ജോലിയിൽ വളരെ ജാഗ്രത വേണം എന്നാണ്. അത് ആ വേഴത്തെ കൊണ്ടുള്ള ഫലമാണ്. ഭയപ്പെടേണ്ട ആവശ്യമല്ല. ശ്രദ്ധാപൂർവം ജോലി, ജാഗ്രത, കൃത്യനിഷ്ഠ ഒക്കെ പാലിച്ചു പോവുകയാണെങ്കിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ദോഷം വരാനില്ല. എന്നിരുന്നാലും ഈ ശനിയുടെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടകശനി രൂപത്തിൽ നിലവിലുണ്ട്. അപ്പോൾ യാത്രാസ്ഥാനം ശ്രദ്ധിക്കുക. പിന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള അവർക്കോ നമുക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ദോഷം വരാനില്ല. ആദ്യമായി തന്നെ ശനിപ്രീതിയാണ് പറയുന്നത്. രണ്ടാമത് ശിവപ്രീതി, മൂന്നാമത് നാഗരാജപ്രീതി. ഇതൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ദോഷകാഠിന്യം അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് തുലാരാശിയാണ്. തുലാരാശിയെ സംബന്ധിച്ച് അനുകൂലമായ അവസ്ഥയാണ് കാണുന്നത്. വേഴത്തിൻ്റെ സ്ഥിതി ആനുകൂല്യം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭാഗ്യരാശിയിലാണ് പ്രവേശിക്കുന്നത്. അതൊരു ഭാഗ്യ അനുഭവം തന്നെ ആണ് ഉള്ളത്. എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും. യാത്രകൾ, ഉദ്യോഗലബ്ധി, പിന്നെ വിവാഹാദി കാര്യങ്ങൾ എന്ന് വേണ്ട ഭൗതികമായ മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് കാണുന്നത്. നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷമതകൾ മാറുന്നതായിട്ട് കാണുന്നു.
ഭാഗ്യസ്ഥാനത്ത് വേഴം പ്രവേശിക്കുന്നത് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും അതൊരു അനുകൂലമായിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള അനുഭവമായി തന്നെ കാണുന്നു. നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഭാഗ്യമായി തന്നെ നമുക്ക് അത് മാറ്റാൻ പറ്റും. അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യം കൂടി ചെയ്യണം. മഹാവിഷ്ണു പ്രീതി, പിന്നെ നാഗരാജ പ്രീതി, ഇതൊക്കെയാണ്. പിന്നെ മഹാവിഷ്ണു പ്രീതി ചെയ്യുന്നതോടൊപ്പം തന്നെ സന്താനങ്ങൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം തെളിയുന്നതായും കാണുന്നു. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതായത് ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് കണ്ടശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാം ഒരു മാറ്റം, ശനിദോഷമൊക്കെ മാറി ഇരിക്കുന്നു. എല്ലാവിധമായ കാര്യങ്ങളും ഒരു പരിധിവരെ, അതായത് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശനിയുടെ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ വേഴമാറ്റം നിങ്ങൾക്ക് അഷ്ടമത്തിലോട്ടാണ് പോകുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ മഹാവിഷ്ണു പ്രീതി ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ്. വ്യാഴാഴ്ച ഇഷ്ട വഴിപാടൊക്കെ ചെയ്യുക, മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക. പിന്നെ ശനിയുടെ ഇപ്പോഴത്തെ മാറ്റം നിങ്ങൾക്ക് വൃശ്ചികക്കൂറുകാർക്ക് 5-ലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സന്താനങ്ങൾക്ക് അവരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുമൊക്കെ വരുന്നതായി കാണുന്നു. ആ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ശനിപ്രീതി അനിവാര്യമാണ്. പിന്നെ ഈ വേഴത്തിൻ്റെ അഷ്ടമത്തിലുള്ള സ്ഥിതി സൂചിപ്പിക്കുന്നത് ഈ പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മധുരമൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുമാത്രം അല്ല, ധനപരമായ കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുന്നതും ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതും ഉചിതമാണ്. പരിഹാരങ്ങൾ ശനിപ്രീതി, മഹാവിഷ്ണു പ്രീതി, പിന്നെ വന്നിട്ട് നാഗരാജ പ്രീതി, ഇതും ചെയ്യേണ്ടതാണ്. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കുടുംബത്തിൽ ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും. നിങ്ങളുടെ 4-ലോട്ട് ഉള്ള ഒരവസ്ഥ, രാഹുവിൻ്റെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴഗ്രഹം നിവർത്തി സ്ഥാനത്ത് വരുന്നുണ്ട്. നിവർത്തി സ്ഥാനം, യാത്രാസ്ഥാനം, വിവാഹസ്ഥാനം എന്ന് പറയും. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും വേഴഗ്രഹത്തെ കൊണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമായി വരും. വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക്, യുവാക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമനം കാണുന്നു. ആഗ്രഹ സാഫല്യമൊക്കെ കാണുന്നു. വാഹന ലബ്ധി, പിന്നെ ഗ്രഹ നിർമ്മാണമോ ഗ്രഹ മാറ്റമോ ഒക്കെ തന്നെ കാണുന്നു. ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ അത് നിവൃത്തി ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഇതൊക്കെ പറഞ്ഞു എങ്കിലും ഈ ധനുരാശിയെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു ദോഷവശവും കൂടി ഉണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ പോകും. അതായത് വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലം സിദ്ധിക്കുമ്പോൾ ശനി കണ്ടകശനി രൂപത്തിൽ 4-ലുണ്ട്. എന്നിരുന്നാലും വേഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. കൂടുതൽ ദോഷം വരാനില്ല എന്നുകൂടി ഒരു
സൂചന കാണുന്നു. എന്നിരുന്നാലും ആ ശനി പറയുന്നു, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠ പാലിക്കുക. യാത്രകൾ, 4-ാം ഭാവം നിങ്ങൾക്ക് യാത്രാസ്ഥാനത്താണ് ശനി പ്രവേശിച്ചിരിക്കുന്നത്. ഈ യാത്രകൾ, ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും നേരത്തെ തന്നെ നമ്മൾ കരുതി സമയം കൃത്യനിഷ്ഠ പാലിച്ച് മുമ്പോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് എന്ന് ശനി സൂചിപ്പിക്കുന്നു. തിരക്കിട്ട് ഒരു കാര്യം ചെയ്യരുത് എന്നുകൂടി ശനി സൂചിപ്പിക്കുന്നു. പിന്നെ വാഹനസ്ഥാനത്തു കൂടിയാണല്ലോ. ഇപ്പം 4 എന്ന് പറയുമ്പോൾ വാഹനസ്ഥാനമാണ്. വാഹനസ്ഥാനം മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനവും ആണ്. അപ്പോൾ ഈ പുതിയ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവരെ പഠിച്ചതിന് ശേഷമാണ് കൂട്ടുകാരാക്കാൻ. പിന്നെ അതായത് രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും പരമാവധി നല്ലതാണ്. ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ധനപരമായ ക്ലേശങ്ങൾ, ധനനഷ്ടങ്ങൾ ഉണ്ടാവാതെയൊക്കെ ഇരിക്കുന്നതിന് അത് സഹായമായി തീരും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് പരിഹാരം കൂടി ചെയ്തു പോകാം. ധനുരാശിയെ സംബന്ധിച്ച് ഈ ശനിപ്രീതിയാണ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് വേഴപ്രീതി. വേഴം നമുക്ക് ഗുണം ചെയ്യും. എന്നിരുന്നാലും ഈ ശനി വേഴ നിൽക്കുന്ന രാശിയുമായി ബന്ധം വരുന്നതുകൊണ്ട് ശനിപ്രീതിയും വേഴപ്രീതിയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ദോഷം ഒക്കെ കുറയ്ക്കുന്നതിന് സഹായകമായി തീരും. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതിനായിട്ട് ശിവപ്രീതിയും കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം നിലവിൽ 5-ലുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ 6-ലോട്ടുള്ള പ്രവേശനം ഉണ്ട്. അതുകൊണ്ട് അതിനെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, വേഴപ്രീതി നടത്തുന്നതും അനിവാര്യമാണ്. വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ദോഷകാഠിന്യമൊക്കെ കുറച്ച് നന്നായിട്ട് പോകാനായിട്ട് പറ്റും. കടബാധ്യത വരാതിരിക്കാനും ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്നതിനുമായിട്ട് വേഴപ്രീതിയാണ് വ്യാഴാഴ്ച ചെയ്യേണ്ടത്. ശനിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇല്ല. ശനി നിങ്ങളുടെ 3-ലാണ് നിൽക്കുന്നത്. ശനിയെക്കൊണ്ടുള്ള ആനുകൂല്യവും ഗുണവും ഒക്കെ തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നു. പിന്നെ മറ്റ് ഗ്രഹസ്ഥിതി വച്ചിട്ട് ഈ മാസം ചെയ്യേണ്ട പരിഹാരങ്ങളുണ്ട് മകരരാശിക്കാർക്ക്. അത് ഒന്നാമതായിട്ട് മഹാവിഷ്ണു പ്രീതിയാണ്. രണ്ടാമത് നാഗരാജപ്രീതി, പിന്നെ ശിവപ്രീതി. ഇതും 3 ഈ പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മകരരാശിക്ക് വലിയ ദോഷങ്ങൾ വരാനില്ല. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴത്തിൻ്റെ ആനുകൂല്യം നന്നായിട്ട് വരുന്നുണ്ട്. 5-ാം ഭാവത്തിലോട്ടാണ് വരുന്നത്. ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നു. നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും, അത് സന്തതിയുമായി ബന്ധപ്പെട്ടായിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കും എന്നാണ് വേഴം പറയുന്നത്. വേഴത്തിൻ്റെ പ്രവേശനം ഇനി 5-ാം ഭാവത്തിലോട്ട്, അതൊരു ശുഭ അവസ്ഥ തന്നെ ഉണ്ട്. ദൈവാനുഗ്രഹമുണ്ട്. എല്ലാവിധമായ കാര്യങ്ങളും ഐശ്വര്യപൂർണമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ശനി ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോകണം എന്ന് ശനി സൂചിപ്പിക്കുന്നു. ആ പരിഹാരം ചെയ്തു പോകണമെന്നാണ് കുംഭരാശി സംബന്ധിച്ച്. പരിഹാരമെന്ന് പറയുമ്പോൾ
ഈ ശനി 2-ൽ നിൽക്കുന്നു, വേഴത്തെ കൊണ്ട് നമുക്ക് ആനുകൂല്യമൊക്കെ കിട്ടുന്നുണ്ട്, അത് ഭാഗ്യം തന്നെ. എന്നാൽ ഈ ശനി നിങ്ങളുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ എഴുത്ത് ചാടി ഒരു കാര്യവും ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ പരിഹാരങ്ങൾ ശനിപ്രീതി, പിന്നെ നാഗരാജപ്രീതി, ഇത് രണ്ടും അനിവാര്യമാണ്. അത് ചെയ്തു വന്നാൽ നമുക്ക് ദോഷങ്ങളില്ലാതെ പൂർണ്ണമായും ഭാഗ്യമായി തന്നെ മാറും. ഇനി പറയുന്നത് മീനരാശിയാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വേഴം 4-ലോട്ട്, അതായത് സുഖസ്ഥാനത്തോട്ടുള്ള പ്രവേശനമുണ്ട്. അതായത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മീനരാശിയെ സംബന്ധിച്ച് അനുഭവത്തിൽ ഉള്ളത്. ആ രാശിയിൽ ശനി നിൽക്കുന്നു, ജന്മശനി രൂപത്തിലാണ്. എന്നിരുന്നാലും വേഴത്തിൻ്റെ ഒരു ആനുകൂല്യം 50% നമുക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും ദൈവാനുഗ്രഹം ഇല്ലാതായിട്ടില്ല. ആ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലം നമുക്ക് ഉറപ്പായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രഹനിർമ്മാണമോ ഗ്രഹമാറ്റമോ അല്ലെങ്കിൽ ഗ്രഹം മോടി കൂട്ടുന്നതോ ഒക്കെ ആയിക്കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്താം, ഇഷ്ട വഴിപാടുകൾ ചെയ്യാം. പിന്നെ ശനി പ്രീതിക്കായിട്ട് ശനിയാഴ്ച അത് സ്ഥിരമായി ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത്. ശനിപ്രീതിക്കായിട്ട് ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതും ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നതുമൊക്കെ, എള്ള് പായസം കഴിക്കുന്നതുമൊക്കെ നല്ലതാണ്. ആ ഒരു രോഗശമനമൊക്കെ കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ എഴുത്ത് പരീക്ഷ, അതിൽ വിജയം കാണുന്നു, വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു, ജോലി സാധ്യത കാണുന്നു. അത് സൂര്യൻ്റെ നിൽപ്പ് വെച്ചിട്ട് സൂര്യൻ നിങ്ങൾക്ക് 2-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് പരീക്ഷയിൽ വിജയം, ജോലി സാധ്യത ഒക്കെ തന്നെ സൂര്യനെ കൊണ്ട് പറയുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ പിതൃസ്വത്ത് കിട്ടാനുള്ളവർക്ക് അതും ഈ മാസം അതിനെപ്പറ്റിയുള്ള ആലോചനകൾ വരുന്നതായിട്ടും കാണുന്നു. പൊതുവെ മീനരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിട്ട് പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് ഉചിതമാണ്. അപ്പോൾ ഞാൻ ഈ 12 രാശികളിലും പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ പരിഹാരങ്ങൾ പറഞ്ഞതിൽ പുറമെ നമുക്ക് ഇഷ്ടദേവതകളുണ്ട്, കുടുംബദേവതകളുണ്ട്, പരദേവതകളുണ്ട്. അപ്പോൾ അത് അവരെയൊക്കെ പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് അത് അതിജീവിച്ച് പോകാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഗുണഫലം സിദ്ധിക്കുന്ന പറഞ്ഞ രാശിക്കാർക്ക് ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി ഒക്കെ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഭാഗ്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് സഹായകമായി തീരും. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുവെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ഓരോരുത്തർക്കും പ്രായഭേദമന്യേ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശ, അവഹാരം എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ തന്നെ, അതായത് നിങ്ങൾക്ക് നല്ല ദശയും ആണ്, അപഹാരവും നല്ലതാണ് എങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ദോഷങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് ആ ദോഷം വരണമെന്ന് ഇല്ല. അതുപോലെ തന്നെ ഗുണഫലങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശയോ അപഹാരമോ മോശമായിരുന്നാൽ ആ പറഞ്ഞ ഗുണഫലം നമുക്ക് മുഴുവനായി കിട്ടണമെന്നില്ല. എന്നിരുന്നാലും ചാരവശാലുള്ള ഫലം നമുക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൊണ്ടും നമ്മുടെ കർമ്മ മേഖല ജാഗ്രത
പുഷ്ടിപ്പെടുത്തുന്നതിനായിക്കൊണ്ടും നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക. നന്നായിട്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകട്ടെ. ആരോഗ്യപുഷ്ടിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലതായിട്ട് വരട്ടെ. കുടുംബ സൗഖ്യവും രോഗശമനവും ഭാഗ്യ പുഷ്ടിയും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ. പിന്നെ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര മംഗളവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാം.